വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നമുക്കുള്ളത് ക്രെഡിറ്റ് ലൈസൻസാണ് നമുക്കുള്ളത്. രാജ്യത്ത് 7 സംസ്ഥാനങ്ങളിൽ നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അതുകൂടാതെ 150ഓളം ബ്രാഞ്ചുകൾ അക്രോസ് ദി 7 സ്റ്റേറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഈ ലൈസൻസിൽ നമുക്ക് അതിനുള്ള അനുമതിയും കിട്ടിയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത്, യൂണിയൻ ടെറിട്ടറി ആയിരിക്കുന്ന പോണ്ടിച്ചേരി, അങ്ങനെ 7 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസാണ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കേന്ദ്ര സഹകരണ രജിസ്ട്രാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. 2012 ഡിസംബർ മാസത്തിലാണ് ഈ സൊസൈറ്റിക്ക് ലൈസൻസ് ലഭിച്ചതെങ്കിലും കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസത്തിലാണ് എറണാകുളത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഹെഡ് ഓഫീസ് ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങിയത്. പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ 22,000-ലധികം മെമ്പേഴ്സും അവർക്ക് വേണ്ടിയിട്ടുള്ള നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും ഇതിനോടകം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സംസ്ഥാനങ്ങളുടെ അധീനതയിലുള്ള 8.5 ലക്ഷത്തോളം സൊസൈറ്റികളുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹകരണ വകുപ്പിൻ്റെ കീഴിൽ ആകെ 1,610-ലധികം സൊസൈറ്റികളേ ഉള്ളൂ. അതിൽ ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഉള്ള സൊസൈറ്റികളിൽ കേരളത്തിൽ പ്രവർത്തനാനുമതിയുള്ളത് 9ഓളം സൊസൈറ്റികൾക്കാണ്. അതിൽ മുൻപന്തിയിൽ തന്നെ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഭിന്ന സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള 7 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാനുള്ള അനുമതി വിന്നേഴ്സ് റോയൽ വർഷയ്ക്കുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 36-ലധികം ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ഏകദേശം 60ഓളം ബ്രാഞ്ചുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കുറേ സൊസൈറ്റി ഉണ്ട് നമ്മുടെ അസോസിയേഷനിൽ. അതിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് വിന്നേഴ്സ് സൊസൈറ്റിയാണ്. കാരണം അവർ ഒരു വേ ഓഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ ഏകദേശം 36-40 ബ്രാഞ്ച് ഇന്നിപ്പോൾ നിലവിലുണ്ട് അവർക്ക്. ഇനിയും അവർ 100 ബ്രാഞ്ചായാലും പോകുന്ന ഒരു കണ്ടീഷൻ. പക്ഷെ അവരെ കറക്റ്റ് എല്ലാ രീതിയിലും സിസ്റ്റമാറ്റിക്കായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണത്. ഇന്നിപ്പോൾ തൊഴിലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം എനിക്കറിഞ്ഞപ്പോൾ 8,000 ആൾക്കാരാണ് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്നത്തെ എല്ലാ രീതിയിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ഒരു വിന്നൽ പോലും ഇല്ലാതെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് വിന്നർ സൊസൈറ്റി. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ 2 വീലർ ലോണിൽ 200-ൽ പരം ഡീലർമാരുമായി അസോസിയേറ്റ് ചെയ്തു കഴിഞ്ഞു. കൂടാതെ 65 കോടി രൂപയുടെ ബിസിനസ്സും 6,000-ലധികം 2 വീലർ ലോണുകളും നമ്മളുടെ മെമ്പേഴ്സിനായി കൊടുത്തു കഴിഞ്ഞു. ഇത് ഏറ്റവും ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് കൊടുക്കാനും ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും സാധിച്ചത് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള സ്കീംസുകൾ അവതരിപ്പിച്ചതുകൊണ്ടും പിന്നെ 100% സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമ്മളാണ് ആദ്യത്തെ 100% ടെക്നോളജി ഡ്രിവൺ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ. ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങളുടെ ടീം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഹൈലി പ്രൊഫഷണലായിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നത്. വളരെ റിലവൻ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീം. ജനങ്ങൾക്ക്, അതായത് സൊസൈറ്റിയിൽ അംഗമാവുന്ന ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള വായ്പാ പദ്ധതികളും അതേപോലെ തന്നെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന നിക്ഷേപ പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമ്മൾ അംഗങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് വായ്പാ പദ്ധതികളും അതേപോലെ തന്നെ നിക്ഷേപ പദ്ധതികളൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു.
സാധാരണക്കാർക്ക് ബാങ്കിങ് സേവനങ്ങൾ പലപ്പോഴും നിഷേധിക്കപ്പെടുന്നത് നമ്മൾ അനുദിന ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളൊരു ലോണിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബാങ്കിനെയോ കൊമേഴ്സ്യൽ ബാങ്കിനെയോ ഇനി അതല്ല നാഷണലൈസ്ഡ് ബാങ്കിനെയോ ഒക്കെ സമീപിക്കുന്ന സമയത്ത് പലവിധ കാരണങ്ങൾ പറഞ്ഞ് ആളുകളുടെ സാമ്പത്തിക സേവനങ്ങൾ അവർ നിഷേധിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അവരൊരു ഇൻകം ടാക്സ് പേ ആയിരിക്കില്ല, അക്കൗണ്ടിൽ ശമ്പളം മേടിക്കുന്ന ആളായിരിക്കില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രോപ്പറായിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടായിരിക്കില്ലായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ കാര്യമായി നടത്താത്തതുകൊണ്ട് കാര്യമായ സിബിൽ സ്കോറിംഗും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലവിധ അവർക്ക് തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ലോണുകളൊക്കെ നിഷേധിക്കപ്പെടുന്നത് ഒരു സാധാരണ സംഭവമാണ്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത ആളുകളുടെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ മതിയായിരിക്കുന്ന സെക്യൂരിറ്റൈസേഷനും ഉണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള ലോണുകൾക്ക് അവർക്ക് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അവർക്ക് ആ ലോണുകൾ നൽകാൻ തക്കവണ്ണമുള്ള സ്കീമുകളുമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ്, ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, ഗോൾഡ് പർച്ചേസ് ലോണുകൾ, ഗോൾഡ് ലോൺ ഉൾപ്പെടെയുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകളിലും ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന നിബന്ധനകളാണ് ഈ സൊസൈറ്റി പാലിക്കുന്നത്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പരിചയപ്പെടുത്തുന്ന സ്പെഷ്യൽ FD എന്താണെന്ന് ഒന്ന് നോക്കാം. ആരോഗ്യ മേഖലയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗുരുതര രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ, സ്ട്രോക്ക്, ഹൃദ്രോഗം, ബൈപ്പാസ് സർജറി ഇവ 100 പേർക്ക് വന്നിരുന്ന 100 പേരിൽ ഒരാൾക്ക് എന്ന നിലയിൽ മുൻകാലങ്ങളിൽ വന്നിരുന്ന ഈ രോഗാവസ്ഥ ഇന്ന് 8 പേരിൽ ഒരാൾക്ക് എന്ന നിലയാണ്. ഇതൊരു ഭയാനകമായ ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗുരുതര രോഗങ്ങൾ വന്ന രോഗി മാത്രമല്ല, കുടുംബാംഗങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദത്തിൽപ്പെടുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ചിലവാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകളും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളുമൊക്കെ ഈ ഗുരുതര രോഗങ്ങൾക്ക് വേണ്ട ചികിത്സാ സഹായ പദ്ധതി എന്ന നിലയിൽ പല ഇൻഷുറൻസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവയൊക്കെ നല്ലതാണെങ്കിലും അതിനൊക്കെ ചില പരിമിതികളും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഇത്തരം ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാൻ ആഗ്രഹിക്കുമ്പോൾ വരുന്ന ഒരു ചിലവല്ല പ്രായം കൂടിയ ആൾ ചേരുമ്പോൾ വരുന്നത്. കാരണം പ്രീമിയത്തിൻ്റെ തുക വളരെ വലുതായിരിക്കും. അതുമാത്രമല്ല, ഒരു വർഷം നമ്മൾ പ്രീമിയം അടച്ചു, ആ വർഷത്തിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒരാവശ്യം വന്നില്ല എങ്കിൽ നമ്മൾ അടച്ച പണം തിരിച്ചു കിട്ടുന്നൊരു സാഹചര്യമല്ല. മാത്രമല്ല, ആ ഇൻഷുറൻസ് പരിരക്ഷ തുടരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എല്ലാ വർഷവും ഈ പണം അടക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് അവരുമായിട്ട് ചർച്ചകൾ നടത്തി അംഗങ്ങൾക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്ന അംഗങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ FD ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്പെഷ്യൽ FDയിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നതിനോടൊപ്പം നമുക്ക് ആ നിക്ഷേപത്തിന് പലിശ ലഭിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആ 5 വർഷത്തെ കാലയളവിൽ, 5 വർഷമാണ് ഈ FDയുടെ കാലാവധി, ആ കാലയളവിൽ ഗുരുതര രോഗങ്ങൾക്കുള്ള സാമ്പത്തിക പരിരക്ഷയും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു 80,000 രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് ആ വ്യക്തിക്ക് 8% പലിശയോടുകൂടി 5 വർഷത്തിന് ശേഷം ആ പണം പിൻവലിക്കാം. അപ്പോൾ മൊത്തം 1,17,546 രൂപ അദ്ദേഹത്തിന് ലഭിക്കും. മാത്രമല്ല, ആ 5 വർഷ കാലയളവിൽ ഈ 4 ഗുരുതര രോഗങ്ങൾക്ക്, അതായത് ക്യാൻസർ, സ്ട്രോക്ക്, ഹൃദ്രോഗം, ബൈപ്പാസ് സർജറി പോലുള്ള 4 ഗുരുതര രോഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. 10 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷ. മാത്രമല്ല, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏറ്റവും അടുത്ത ഒരു കുടുംബാംഗത്തിനും ഈ പരിരക്ഷ ലഭിക്കുന്നു. 10 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഗുണം, ഈ ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇതിൽ ചേരുന്നതിന് ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ഒരു സെൽഫ് ഡിക്ലറേഷൻ മാത്രം മതിയാവും. 18 വയസ്സിന് മുകളിലും 65 വയസ്സിൽ താഴെയും ആണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ഗുണം, നമുക്ക് 5 വർഷം നമ്മൾ കഴിഞ്ഞു, 5 വർഷത്തിന് ശേഷം നമ്മൾ നിക്ഷേപിച്ച പണത്തിൻ്റെ പലിശ എടുത്തതിന് ശേഷം
നിക്ഷേപ തുക വീണ്ടും നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 5 വർഷത്തേക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന വളരെ മനോഹരമായ, വളരെയധികം പ്രയോജനകരമായിട്ടുള്ളൊരു FD ആണ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവന്നിട്ടുള്ള ഈ പദ്ധതി. ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ച് ഏകദേശം 1 വർഷം തികയുമ്പോൾ 22,000-ലധികം മെമ്പേഴ്സിനോട് കൂടി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സൊസൈറ്റി എന്ന സ്ഥാനമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത കോർ ബാങ്കിങ് സൊല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സൊസൈറ്റി ആയിരിക്കും. നമ്മളുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് ഡിജിറ്റലാണ്. അംഗങ്ങൾക്ക് 24 മണിക്കൂറും സേവനം ലഭ്യമാക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അധികം ബ്രാഞ്ചുകൾ ഏകദേശം 10 മാസം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 36 ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ഏകദേശം 60 ബ്രാഞ്ചുകളുടെ ഓൺഗോയിങ് പ്രൊജക്റ്റുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സൊസൈറ്റിയും ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയധികം ബ്രാഞ്ചുകൾ അതിൻ്റെ അംഗങ്ങൾക്കായി തുറന്നിട്ടുണ്ടെന്ന്. നമ്മുടെ പദ്ധതി പ്രകാരം ഓരോ കാര്യങ്ങളും കൃത്യമായി നടത്തുവാൻ ഇതുകൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. സാധാരണ ഒരു സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത് 2-3 വർഷത്തേക്ക് കാര്യമായ ലോൺ പോർട്ട്ഫോളിയോ ഒന്നും ശ്രമിക്കാറില്ല. എന്നാൽ ഈ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത് 1 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 60 കോടി രൂപയുടെ ലോൺ പോർട്ട്ഫോളിയോ നമ്മൾ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ ഏകദേശം 50 കോടി, 48 കോടി 50 കോടി രൂപയുടെ ക്യാപിറ്റലും, അതായത് മൂലധനവും നമുക്ക് ഇതിനോടകം സ്വരുക്കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന 5 അല്ലെങ്കിൽ 6 വർഷത്തിനുള്ളിൽ ഒരു ബാങ്കിങ് ലൈസൻസിലേക്കാണ് ഈ സൊസൈറ്റി മുന്നോട്ട് നീങ്ങുന്നത്. അതിനായി നമ്മൾക്ക് 1000 കോടി രൂപയുടെ ക്യാപിറ്റൽ ബേസ് ആവശ്യമുണ്ട്. ഇപ്പോഴത്തെ പദ്ധതികൾ ഇതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഇതൊരു കൊമേഴ്ഷ്യൽ ബാങ്കിങ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് നമ്മളുടെ സൊസൈറ്റി എത്തിപ്പിടിക്കുമെന്ന്. ഇപ്പോഴത്തെ പുതിയ സർക്കാർ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ബാങ്കിങ് ലൈസൻസ് കൊടുക്കുവാനായി കഴിഞ്ഞ അമെൻമെൻറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ റിക്വയർമെൻറ്റ് ഡിജിറ്റൽ സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് വന്നിട്ട് പ്രോഫിറ്റബിൾ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ 1 വർഷമായിട്ടേ ഉള്ളൂ. അടുത്ത 2-3 വർഷത്തിനുള്ളിൽ വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾക്കുണ്ടാവും. ഈ വർഷം തന്നെ നമ്മൾ 12% ഡിവിഡൻഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അടുത്ത 5 അല്ലെങ്കിൽ 6 വർഷത്തിനുള്ളിൽ ഒരു ബാങ്കിങ് ലൈസൻസ് അല്ലെങ്കിൽ ഒരു ഡീം ടു ബി എ ബാങ്കിങ് ലൈസൻസ് വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഒരു ശൃംഖല കൊണ്ട് തന്നെ നമുക്ക് ഈ അച്ചീവ്മെൻറ്റ് തീർച്ചയായിട്ടും കൈവരിക്കാൻ സാധിക്കുമെന്ന് ഉത്തമമായിട്ടുള്ള വിശ്വാസമുണ്ട്. കോപ്പറേറ്റീവ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ 2023 ഒരു കോപ്പറേറ്റീവ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു അമെൻമെൻറ്റ് ആക്ട് വന്നത് ശരിക്കും ഒരു കോപ്പറേറ്റീവ് സെഗ്മെൻറ്റിൽ ഒരു വിപ്ലവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തൊരു 10 വർഷം കോപ്പറേറ്റീവ് മേഖലയിൽ നിങ്ങൾ നോക്കി കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വിപ്ലവമാണ് ഉണ്ടാകാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമാകാനായിട്ട് വിന്നേഴ്സ് റെഡിയാണ്. നമ്മൾ മാർക്കറ്റിൽ സജീവമായിട്ട് ബിസിനസ് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഈ കാര്യങ്ങളിൽ നമ്മൾ ഊന്നൽ അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കോർപ്പറേറ്റ് മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിലും ബാക്കിയുള്ള കോർപ്പറേറ്റിലും ആളുകൾ സമ്മർദ്ദത്തിലൂടെ തൊഴിൽ ചെയ്യുമ്പോൾ ഇവിടുത്തെ എംപ്ലോയീസ് ശരിക്കും അത് ഒരു കുടുംബത്തിൽ വരുന്ന പോലെ ആസ്വദിച്ചാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. സോ ഇത് ഒരു എംപ്ലോയി ഫ്രണ്ട്ലി ഓർഗനൈസേഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് മാനേജ്മെൻറ്റ് തീരുമാനം. തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും കൊടുക്കാണ്ട് അവർക്ക് ഒരു വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തമമായ ലക്ഷ്യം. ഏറ്റവും വലിയൊരു അത്ഭുതമായ വിഷയം, ഈ 1 വർഷത്തിൽ ഇവർ ഇത്രയും വിഷയങ്ങൾ ചെയ്ത് കാണിച്ച് ജനങ്ങളെ ഇടയിലിപ്പോൾ അവരിതിനെ വിന്നേഴ്സിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വിഷയത്തിനെ ഞാൻ കാണുന്നത്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നന്മ വഹിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് ഇത് മാറട്ടെ. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളിൽ നിന്നും നേരുന്നുണ്ട്, എല്ലാ ഭാവങ്ങളും നേരുന്നുണ്ട്. ഇനിയും വളർന്ന് പന്തടിക്കട്ടെ.